കൃഷ്ണപിള്ള സ്മാരക ഗ്രാമീണ വായനശാലയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറ്റിപ്പുഴ കൃഷ്ണപിള്ള ജന്മശതോത്തര രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിന്റെയും അവാർഡ് വിതരണത്തിന്റെയും സംഘാടക സമിതി രൂപീകരിച്ചു. കേരള സാഹിത്യ മണ്ഡലത്തിൽ അനിഷേധ്യ സ്ഥാനം അലങ്കരിച്ച കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ 124ാമത് ജന്മദിനം മുതൽ 125ാമത് ജന്മദിനം വരെ ഒരു വർഷം നീണ്ടുനിന്ന ജന്മശതോത്തര രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപനവും കുറ്റിപ്പുഴയുടെ പേരിലുള്ള സാഹിത്യ അവാർഡിന്റെ വിതരണത്തിന്റെയും സംഘാടക സമിതി രൂപീകരണം നടന്നു. കുന്നുകര NSS ഹാളിൽ വെച്ച് നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ബെന്നി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് VK പുഷ്പാങ്കദൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി AV പ്രദീപ് സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കാസിം CK, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബീന ജോസ്, MB മനോഹരൻ എന്നിവരും കുറ്റിപ്പുഴ സ്മാരക സമിതിയുടെ സെക്രട്ടറി KS വേണുഗോപാലും ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. വേണുഗോപാൽ ചെയർമാനായും VK പുഷ്പാങ്കദൻ ജനറൽ കൺവീനറായും 51 അംഗ സ്വാഗത സംഘം ആണ് രൂപീകരിച്ചത്. യോഗാധ്യക്ഷൻ വായനശാലയുടെ പ്രസിഡന്റ് ശ്രീ VK പുഷ്പാങ്കദൻ, അതുപോലെ തന്നെ താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ സെക്രട്ടറിയും ഉദ്ഘാടകനുമായിട്ടുള്ള ശ്രീ ബെന്നി ജോസഫ് അവർ, നമ്മുടെ പ്രിയങ്കരായിട്ടുള്ള വാർഡ് മെമ്പർമാർ, വേണിച്ചേട്ടൻ, മറ്റ് സുഹൃത്തുക്കളെ, കഴിഞ്ഞ 2024 ജൂലൈ മാസത്തിൽ നമ്മൾ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ 125ാം ജന്മദിനം ആഘോഷിക്കുന്നതിന് വേണ്ടി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളുമായി ബന്ധപ്പെട്ട് ഒരു സംഘാടക സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അന്ന് ആ സംഘാടക സമിതി രൂപീകരണം ഉദ്ഘാടനം ചെയ്തത് KV രവീന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു. അതിനുശേഷം ഓഗസ്റ്റ് 1 മുതൽ 2025 ഓഗസ്റ്റ് 1 വരെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികളാണ് നമ്മൾ വായനശാലയുടെ നേതൃത്വത്തിൽ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ ജന്മശതോത്തര രജത ജൂബിലി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വരുന്ന ഓഗസ്റ്റ് 1-ാം തീയതിയാണ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ 125ാമത് ജന്മദിനം. ആ ജന്മദിനത്തിനോടനുബന്ധിച്ച് നമ്മൾ വായനശാലയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ മറ്റ് സംഘടനകൾ, ക്ലബ്ബുകൾ എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ പേരിൽ നമ്മുടെ കേരളത്തിൽ ഏറ്റവും മികച്ച ഒരു കൃതി, അതും വിമർശനം, നിരൂപണം തുടങ്ങിയ മേഖലയിലെ ഒരു കൃതിക്ക് അവാർഡ് നമ്മൾ ഏർപ്പെടുത്തുന്നുണ്ട്. ഈ അവാർഡ് ദാനവും കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ 125ാമത് ജന്മദിനാഘോഷങ്ങളുടെ പരിപാടികളും നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു തീയതി ഓഗസ്റ്റ് 21-ാം തീയതിയാണ്. ഓഗസ്റ്റ് 21-ാം തീയതി ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ ഷംസീർ ആയിരിക്കും ഉദ്ഘാടനം ചെയ്യുക. ബാക്കി വിശദവിവരങ്ങൾ അധ്യക്ഷൻ പറയും എന്നുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നില്ല. നമുക്ക് ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷനായിട്ട് നമ്മുടെ വായനശാലയുടെ പ്രസിഡന്റ് ശ്രീ VK പുഷ്പാങ്കദൻ അവർ, അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇത്തവണയാണ് അക്കാദമി ഒന്ന് പരിഗണിച്ചത്. അക്കാദമി ഇത്തവണ കുറ്റിപ്പുഴയുടെ പേരിൽ അവാർഡ് കൊടുത്തിട്ടുണ്ട്. യൂണിസെഫിന്റെ ആശയം അധ്യക്ഷപദമലങ്കരിക്കുന്ന വായനശാലയുടെ പ്രസിഡന്റ് പുഷ്പാങ്കദൻ, പ്രിയമുള്ള വേണുചേട്ടൻ, വാർഡ് മെമ്പർമാരായ ശ്രീമതി ബീന മനോഹരൻ, വായനശാലയുടെ സെക്രട്ടറി പ്രദീപ്, പ്രിയമുള്ള സുഹൃത്തുക്കൾ, കുറ്റിപ്പുഴ കൃഷ്ണപിള്ള ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ തുടക്കം കുറിച്ചിട്ട് ഏതാണ്ട് ഒരു വർഷത്തോളം ആയിക്കൊണ്ടിരിക്കുകയാണ്. കൃഷ്ണപിള്ളയുടെ തന്നെ നാമത്തിൽ, കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ തന്നെ നാമത്തിലുള്ള ലൈബ്രറിയുടെ ആതിഥേയത്വത്തിലാണ് ആ പരിപാടി നടക്കുന്നത്. സത്യത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു സമുചിതമായ ഒരു സംരംഭത്തിനാണ് വായനശാലയുടെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു പരിപാടിക്ക് പ്ലാൻ ചെയ്തിട്ടുള്ളതെന്നാണ്. KS രവികുമാറിന്റെ ഒരു പ്രഭാഷണം യൂട്യൂബിൽ കേൾക്കാൻ കഴിയും. അതിനദ്ദേഹം പറയുന്ന ഒരു കാര്യം, കുറ്റിപ്പുഴ കൃഷ്ണപിള്ള അദ്ദേഹം
ഒരു വലിയ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ചെയ്ത പ്രഭാഷണത്തെക്കുറിച്ച്. ലോകം ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഭാരതത്തിന്റെ ഏറ്റവും പ്രഗത്ഭനായ സാഹിത്യകാരനെന്നോ കവിയെന്നോ മഹാനെന്നോ ഒക്കെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന രവീന്ദ്രനാഥ ടാഗോറിന്റെ ശതാബ്ദി ആഘോഷവുമായി ബന്ധപ്പെട്ട 1961 കേന്ദ്ര സാഹിത്യ അക്കാദമി നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് ഒരു വലിയ സമ്മേളനം സംഘടിപ്പിച്ചതായിട്ട് നിങ്ങൾക്ക് പറയാം. കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ അംഗമായിരുന്ന കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയെയാണ് നമ്മുടെ കേരളത്തിൽ നിന്നും അതിൽ പ്രഭാഷണം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിച്ചത്. ആ പ്രഭാഷണ വേദിയിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു എന്നാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇത്തരം ശതാബ്ദി ആഘോഷങ്ങൾക്കോ ജൂബിലി ആഘോഷങ്ങൾക്കോ ഒന്നും വലിയ അർത്ഥമില്ല. ഇത് ചില കൊട്ടിഘോഷങ്ങൾക്ക് അവസരമൊരുക്കുന്ന ഒരു വേദിയായിയാണ് പൊതുവെ കാണപ്പെടുന്നത്. അങ്ങനെ ആകാതെ ഇത്തരം വേദികൾ കൂടുതൽ കൂടുതൽ ചർച്ചകൾക്കും വിലയിരുത്തലുകൾക്കും വിമർശനങ്ങൾക്കും ഉതകുന്ന ഒരു സദസ്സായി മാറുമ്പോഴാണ് ഇതിന്റെ അർത്ഥം, അതിന്റെ യഥാർത്ഥ പൂർത്തീകരണത്തിൽ എത്തിച്ചേരുന്നതെന്ന് ഡൽഹിയിൽ പോയി ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രഗത്ഭരായ സാഹിത്യകാരന്മാരുടെയും ചിന്തകന്മാരുടെയും ഭരണാധികാരികളുടെയും മുൻപിൽ സധൈര്യം പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള എന്നാണ് രവികുമാർ സാർ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ സൂചിപ്പിക്കുന്നത്. ശ്രീ പ്രദീപ്, സ്റ്റേജിലിരിക്കുന്ന പഞ്ചായത്ത് മെമ്പർമാരായ ബീന, മനോഹരൻ ഉൾപ്പെടെ ഇവിടെ സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട പ്രിയങ്കരായ സുഹൃത്തുക്കൾ, ചെറിയൊരു കാലം കൊണ്ട് 2016 ആരംഭം കുറിച്ച ഈ ഗ്രാമീണ വായനശാല അതിനുശേഷം നമ്മുടെ രാജ്യത്തുണ്ടായ പ്രളയവും അത്തരത്തിലുള്ള ദുരന്തങ്ങളെല്ലാം തന്നെ നേരിട്ടുകൊണ്ട് അതിജീവിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് ശ്രീ പ്രദീപ് സാറിന്റെയും പുഷ്പാങ്കത്തിന്റെയും മറ്റും നേതൃത്വത്തിൽ അതിശക്തമായ ഒരു തിരിച്ചുവരവാണ് ഈ വായനശാല നടത്തിയത്. എല്ലാ വായനശാലകളിലും ഈ കുറ്റിപ്പുഴയുടെ സ്മരണ നിലനിർത്തിക്കൊണ്ടുള്ള ചടങ്ങുകൾ സംഘടിപ്പിക്കും എന്നുകൂടി അദ്ദേഹം പറയുകയുണ്ടായി. ഏതായാലും ഈ ചടങ്ങ്, ഇതിന്റെ ഈ അവാർഡ് ദാനം, അതിനുവേണ്ടി ഒട്ടനവധി പ്രവർത്തികൾ ഈ ഗ്രാമീണ വായനശാല സംഘടിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഒത്തിരിയേറെ പരിപാടികൾ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ സംഘടിപ്പിച്ചു. പല പരിപാടികളിലും പങ്കെടുത്തു. കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയെ കുറിച്ച് ഒത്തിരിയേറെ കാര്യങ്ങൾ അതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. കൂടുതലായൊന്നും എനിക്കറിയാൻ പാടുണ്ടായിരുന്നില്ല. എന്തായാലും ആ യോഗങ്ങളിലൊക്കെ പങ്കെടുത്തപ്പോൾ തന്നെ ഒത്തിരിയേറെ കാര്യങ്ങൾ അതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. എന്തായാലും കുറ്റിപ്പുഴ കൃഷ്ണപിള്ള വായനശാല ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ ഒരു വർഷക്കാലം ചെയ്തു. ഇനി ഇതിന്റെ സമാപന ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ്. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാറിനെ അദ്ദേഹം വിസ്മൃതിയിലെ ഇന്നത്തെ തലമുറയ്ക്ക് അറിയാൻ പാടില്ലാത്ത രീതിയിൽ വിസ്മൃതിയിൽ ആണ്ടുപോകുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ 125ാമത് ജന്മദിനം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയോടുകൂടി ആഘോഷിക്കുവാനായിട്ട് എടുത്ത തീരുമാനം, അത് അടുവാശ്ശേരിയിലുള്ള കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സ്മാരക ഗ്രാമീണ വായനശാലയ്ക്ക് ആ തീരുമാനം എടുത്തതിൽ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയും നമസ്കാരവും രേഖപ്പെടുത്തുകയാണ്. കാരണം ഇന്നത്തെ യുവതലമുറയ്ക്ക് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാർ ആരായിരുന്നു എന്നുള്ളത് അറിയാൻ പാടില്ലാത്തൊരു സമയമായിരുന്നു. അതിനെ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി വിപുലമായ രീതിയിലുള്ള പരിപാടി, അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടതാണ് ഓരോ വാർഡുകളിലേക്ക് എന്ന രീതിയിലുള്ള ഒരു പരിപാടി ആവിഷ്കരിക്കുക. അവിടെ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാറിനെ കുറിച്ചുകൊണ്ട് അദ്ദേഹത്തെ അറിയാവുന്നവർ വന്ന് കൃത്യമായ രീതിയിലുള്ള ക്ലാസുകൾ എടുക്കുക. അതിൽ കുട്ടികളും ചെറുപ്പക്കാരായിട്ടുള്ളവരും മുതിർന്നവരും ഒന്നിരുന്നുകൊണ്ട്
കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാർ സമൂഹത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് നേർചിത്രമായി വരച്ചു കാട്ടി കൊടുക്കുന്ന ഒരു സംഭവം എന്റെ ഗ്രാമത്തിൽ നടന്നിരുന്നു. ഹൃദയത്തിൽ തട്ടുന്ന സംഭവം തന്നെയായിരുന്നു. അതേപോലെ ഒട്ടനവധി കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ചുള്ള പുസ്തകങ്ങൾ സമാഹരിക്കുക, ആ തരത്തിൽ കൂടി വിപുലമായ രീതിയിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചതിന്റെ പേരിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഗ്രാമീണ വായനശാലയെ അഭിനന്ദിച്ചത്. അതോടൊപ്പം ഒരു വർഷക്കാലമായിട്ട് നമ്മുടെ പല ആഘോഷങ്ങൾ പല പരിപാടികളായിട്ട് സംഘടിപ്പിച്ചു വരികയാണ്. അതിന്റെ സമാപനം അടുത്ത മാസം 21-ാം തീയതിയാണ് നടക്കാൻ പോകുന്നത്. 21-ാം തീയതി അഹന ഓഡിറ്റോറിയത്തിൽ വെച്ച് വളരെ ഗംഭീരമായിട്ട് നല്ല അതൊക്കെ നമുക്ക് ഏറ്റവും അനുയോജ്യമായ നമ്മുടെ കേരളത്തിന്റെ ആരാധനായ സ്പീക്കർ ഷംസീറാണ് അത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് എന്നറിയാം.